ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു രാത്രികാല ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളെക്കുറിച്ച് രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ, അഥവാ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ജസ്റ്റിസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് പറയാനായിട്ട് പറയുന്നത് ഒത്തിരി പ്രോബ്ലംസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആ ഒരു ഇപ്പം മൊത്തം എൻഡായിപ്പോയി അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ. പക്ഷെ ഇതിൽ ഒരു വലിയ മാറ്റം ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട്. ഒരു വലിയ ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഹറിബറി ചെയ്യാതിരിക്കുക. ഹറിബറി ചെയ്ത് ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ ഈ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ആയി ഒരു മാറ്റം വരാനുള്ള അതിന് വീണ്ടും വീണ്ടും തടസ്സങ്ങൾ വന്ന് അത് ഡിലേ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ നടക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ജമ്പ് ചെയ്ത് അവരോടൊപ്പം പോകുക എന്നുള്ളതാണ് നമുക്ക് ഈ ഫസ്റ്റ് കാർഡിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജീസ്. ഓക്കെ, അപ്പോൾ ഓവറോൾ അതാണ് നമുക്കൊരു എനർജി വരുന്നത്. അപ്പോൾ പിന്നീട് സെക്കൻഡ് കാർഡിൽ വരുന്ന നിങ്ങൾ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളെ ഓർത്തിട്ട് ഒത്തിരി അധികം ടെൻഷൻ അടിക്കുന്നു, ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് എനർജീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുകയാണ് ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് പറയുന്നു. കാരണം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഒരു ബാഡ് സിറ്റുവേഷൻ തന്നെയാണ്. അത് യൂണിവേഴ്സിനും അറിയാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷന് സൊല്യൂഷൻ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, കാമായിട്ട് ഇരിക്കുക എന്നാണ്. ഒരു റൈറ്റ് സൊല്യൂഷൻ നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസിനെല്ലാം കൂട്ടിയിട്ട് ഒരു സൊല്യൂഷൻ എന്താണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ തേടി വന്ന് അത് തനിയെ വന്ന് അത് സോൾവ് ആകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് കിങ് ഓഫ് സോഴ്സിന്റെ ഒരു എനർജിയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സന്റെ ഒരു ക്യാരക്ടറൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ബുദ്ധിയുള്ള എന്നല്ല ശരിക്കും പറയണത്, ഒരു സൂത്രശാലിയായ ഒരു കൗശല ബുദ്ധിയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൗശല ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. ഒരു സ്ട്രോങ് മെന്റൽ പവർ ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു നല്ല രീതിയിലല്ലാത്ത നിങ്ങളുടെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എല്ലാം വന്നപ്പോൾ ഇതെല്ലാം അവരെ വളരെയധികം തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അവരെ തളർത്തുന്നു. അവരുടെ ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ ഇപ്പം അവർക്ക് കുറഞ്ഞു വരുന്നു. ഇമോഷണലി ഒട്ടും ബാലൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ പുറത്തവർ അങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് കൊടുക്കുന്നേ ഇല്ലെങ്കിലും
മാനസികമായിട്ട് അവർ ഒത്തിരി തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പിന്നെ നമുക്ക് ഇടുന്നത് പേജ് ഓഫ് വാൻഡ്സിന്റെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങളുടെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു പ്ലാനുകളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവര് അങ്ങനെ ചെയ്യുമ്പോൾ ചിലവരൊക്കെ നമുക്കൊരു ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ഈ വ്യക്തിയോട് ഇങ്ങനെ പറയും. അപ്പൊ അവരുടെ ഒരു പ്രതികരണം നമ്മൾ എടുക്കും. ഓക്കെ, 3 രീതിയിലല്ല 2 രീതിയിലായിരിക്കും അവരെന്നോട് പ്രതികരിക്കുക. അപ്പൊ അവർ ആദ്യം ഇങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ സെക്കൻഡ് ഒരു ഓപ്ഷനിൽ അവർ അത് പറയുകയാണെങ്കിൽ ഞാൻ ഈ രീതിയിലായിരിക്കണം പറയേണ്ടത് എന്നൊരു പ്ലാനിങ്. ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ പ്ലാനിങ്ങുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ചെന്ന പോലെ 16 എന്ന രീതിയിൽ അങ്ങ് പോകുന്ന ഒരു വ്യക്തി. ആ ഒരു രീതിയിലുള്ള എനർജിയാണ് നിങ്ങളെ കുറിച്ച് കിട്ടുന്നത്. എത്ര പേർക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. ജസ്റ്റ് ഈ കാർഡുകൾ വരുന്നത് അങ്ങനെയാണ്. അതായത് എല്ലാവരോടും തുറന്ന് സംസാരിക്കും, വെട്ടി തുറന്ന് പറയും, എല്ലാവരെയും സഹായിക്കും, എല്ലാവർക്കും എല്ലാം കൊടുക്കും. എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല, ആരെങ്കിലും ഒരു പൈസയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ അടുത്തവൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ആൾക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വെച്ചിരിക്കുന്ന പൈസ ആണെങ്കിൽ കൂടി അതെടുത്ത് കൊടുക്കും. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. പിന്നെ ഭയങ്കര എടുത്തിയായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ നല്ലൊരു മനസ്സിന്റെ ഉടമയായിട്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് വരുന്നത്. വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ വരുന്നത്. അത് പിന്നെ വളരെ എക്സൈറ്റഡ് ആണ്, എല്ലാ കാര്യത്തിലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് എടുത്ത് ചാടി ഇങ്ങനെ ചാടി നിൽക്കുന്ന നെക്സ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഓവർ തിങ്കിങ്ങിന്റെ ഒരു എനർജി നമുക്ക് വന്നേക്കുന്നത് തന്നെ. ഈ ഒരു പ്രശ്നം വന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലവിധ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം എക്സൈറ്റ്മെന്റിൽ ഇനി ഇത് ഓക്കെ ആവോ ഇനി ഇല്ലയോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് പല കാര്യങ്ങളും ചെയ്ത് അതൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനർജീസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഏസ് ഓഫ് വാൻഡ്സ്. ഏസ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുതിയ വഴി നിങ്ങളുടെ മുന്നിൽ തെളിയുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പുതിയ പാത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു വഴിയല്ല, അത് നിങ്ങളുടെ പേഴ്സൺ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ലേറ്റ് നൈറ്റ് തോട്ട്സ്, രാത്രി സമയങ്ങളിൽ എന്താണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയും അവരുടെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരണം, പഴയ ആ ഒരു സ്നേഹം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോബ്ലംസിലേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണോ അതൊക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളാണ് അവർ രാത്രി സമയങ്ങളിൽ കൂടുതലും അതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ കൂടിയും അവർ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവരൊരു പുതിയ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു വഴിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു വഴി നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു വഴിയിലേക്ക് കയറി നിങ്ങൾ സഞ്ചരിച്ചാൽ മാത്രം മതി, നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട എന്നാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് രാത്രി സമയങ്ങൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രി സമയങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സുകളൊക്കെ അവർക്ക് വരുന്നുണ്ട്. ഫിസിക്കലി ഒത്തിരി അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തിട്ട് അവർ നോക്കുന്നുണ്ട്, നിങ്ങൾ ഇടുന്ന പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരതൊക്കെ കണ്ട് ചിലപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ സന്തോഷമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഒത്തിരി ജലസൊക്കെ തോന്നുന്നതായിട്ട് അങ്ങനത്തെ എനർജീസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. എന്താണെങ്കിലും അവരൊരു ആക്ഷൻ എടുത്ത് വളരെയധികം ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരാനായിട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല ഇമാജിനേഷൻസ് ഇവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രതികരണം എന്തായിരിക്കും, ആ ഒരു സമയത്ത് നിങ്ങളുടെ മുഖത്ത് വരുന്ന ആ ഒരു ചിരിയും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആ ഒരു സർപ്രൈസിന്റെ ഒരു മുഖഭാഗവും, ഇതൊക്കെ അവരിങ്ങനെ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുന്ന ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. രാത്രി സമയങ്ങളിലൊക്കെ അവർ ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ചിന്തിക്കുന്നുണ്ട് എന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ കാർഡ് എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് കപ്സിന്റെ ഒരു എനർജി, ഏസ് ഓഫ് വാൻഡ്സിന്റെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് തന്നെയാണ്. ഒത്തിരി ഒരു സ്നേഹം അവർക്ക് ഈ ഒരു സമയത്ത് അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ തളം കെട്ടി തുളുമ്പി താഴോട്ട് ചാടുന്ന എനർജീസ് തന്നെയാണ് നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുമ്പോൾ ലൈഫിൽ വളരെയധികം ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ ഒരു റിലേഷൻഷിപ്പിൽ പോയി, പക്ഷെ അവിടെ ഒരു പുതുമ നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് ഈ വ്യക്തി, നിങ്ങൾക്കെന്നല്ല ഈ റിലേഷൻഷിപ്പിൽ അവർക്കും നിങ്ങൾക്കും ഒരു പുതുമ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബോറായി തുടങ്ങുന്ന
അത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നു. അപ്പൊ ആ ഒരു രീതി ഒന്നും ഇനി ഉണ്ടാകരുത്. കുറച്ചൊക്കെ ഒരു ക്രിയേറ്റിവിറ്റീസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ രാത്രി സമയങ്ങളിൽ ചിന്തിക്കുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ ഒരു ബോറായി തുടങ്ങുന്ന സമയങ്ങളിൽ ഒരു ട്രാവലിംഗ് ഒക്കെ പോവുക, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റുകൾ കൈമാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി ലൈഫിൽ അതൊക്കെ വേണം, കുറച്ചൊന്ന് എൻജോയ്മെന്റ് ചെയ്യണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്ന എനർജീസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂണിന്റെ ഒരു കാർഡ് വളരെ ഒരു ഗുഡ് ലക്ക് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതായത് ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ എഫേർട്ട് ഇടണം. പക്ഷെ എഫേർട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടൊരു എഫേർട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനൊരു പ്രതിഫലം ലഭിക്കും. അതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. പക്ഷെ ഇവിടെ നിങ്ങൾ എന്ന വ്യക്തിക്ക് ഒരു ആക്ഷനും എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ റിലേഷൻഷിപ്പ് നോർമലിലേക്ക് വരാനോ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലംസിന് ഒക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ ഒന്നും, പക്ഷേ നിങ്ങൾ ഒത്തിരി കിടന്ന് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. പല പല കാര്യങ്ങൾ പലരിലൂടെ നിങ്ങൾ ഈ ഒരു പേഴ്സണിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് റീഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം, വളരെ ലക്കുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾക്ക് ഒരു ഭാഗ്യവും ഇല്ല, ഇതുവരെ ഒരു മിഠായി പോലും നമുക്ക് ലക്കിൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ലോട്ടറി പോലും അടിച്ചിട്ടില്ല, ഒരു 100 രൂപ ലോട്ടറി പോലും അടിച്ചിട്ടില്ല, അങ്ങനെ പോലും ഒരു ലക്കില്ലാത്ത വ്യക്തിയാണ് താനെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് നല്ല ഭാഗ്യമുള്ള വ്യക്തികളാണ്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളിലേക്ക് തന്നെ എല്ലാം വന്നു ചേരും, ഓക്കെ ആകും. ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും, കാര്യങ്ങളെല്ലാം ഓക്കെ ആകും എന്നുള്ളതാണ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കാരണം ഈ ഒരു വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട്. ഈ ഒരു ഭാഗ്യമൊക്കെ, യൂണിവേഴ്സിന്റെ അനുഗ്രഹമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളൊരു നല്ല മനസ്സിന് ഉടമയാണ് എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവർക്കും സഹായങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി നല്ലൊരു മനസ്സിനുടമയായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് നല്ല രീതിയിൽ നടത്തി തരും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുക, ജസ്റ്റിസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പല സമയത്തും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരു ട്രീറ്റ് ചെയ്യാനോ നിങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കാനോ ഒന്നും പലപ്പോഴും അവോയ്ഡ് ചെയ്ത് പോയിട്ടുമുണ്ട്. അതൊക്കെ ഇവരെ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് അതിനൊക്കെ ഓർത്തിട്ട് ഒത്തിരി റിഗ്രറ്റ് ഉണ്ട്, കുറ്റബോധം തോന്നുന്നുണ്ട്. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ട്രീറ്റ് ചെയ്യണം, നിങ്ങളെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. ഇതിനൊക്കെ കാരണമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് ഒരു ഗുഡ് കർമ്മ. നിങ്ങൾ നല്ല കാര്യങ്ങൾ, നിങ്ങൾ പാസ്റ്റിൽ ഒത്തിരി ആളുകളെ സഹായിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് നിങ്ങൾ അവരുടെ കൂടെ നിന്ന് അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ആ ഒരു നല്ല ഗുഡ് കർമാസിനൊക്കെ ഉള്ളൊരു ഫലം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്ക് വളരെയധികം ഒരു ജസ്റ്റിസ് തരാനായിട്ട്, നീതി തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന എനർജീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നമുക്ക് സോൾ മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. യു കെയർ അബൌട്ട് മൈ ഒപ്പീനിയൻ ആൻഡ് വി മേക്ക് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ടുഗദർ. ഓക്കെ, എപ്പോഴും അവരുടെ ഒരു ഒപ്പീനിയൻസ്, അവർ പറയുന്ന അഭിപ്രായത്തിന് നിങ്ങൾ കെയർ ചെയ്തിരുന്നു, പക്ഷെ അവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. വി മേക്ക് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ടുഗദർ. എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും നമ്മൾ ഒരുമിച്ച് ചേർന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് അവർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യു ഹാവ് ടോട്ട് മീ ഹൗ ടു കീപ് മൈ പ്രോമിസസ് വിത്ത് ഓൾ മൈ ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഓരോരോ പ്രോമിസസ് നമ്മൾ ഓരോരുത്തർക്ക് പ്രോമിസുകൾ നൽകും, പക്ഷെ അതൊക്കെ എങ്ങനെ ഹൃദയത്തിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു കാര്യമൊക്കെ പഠിപ്പിച്ച് തന്നത്, അതൊക്കെ നമ്മൾ നിറവേറ്റേണ്ട കാര്യങ്ങൾ തന്നെയാണ്, അതിനൊക്കെ ഇത്തിരി പ്രാധാന്യമുണ്ട് ലൈഫിൽ എന്നൊക്കെ പഠിപ്പിച്ച് തന്നത് നീയാണ്. അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ പ്രോമിസുകളും നിങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്.
വി ഗോ ടുഗദർ ലൈക്ക് കോപ്പി ആൻഡ് പേസ്റ്റ്. ഓക്കെ, കോപ്പി ആൻഡ് പേസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളും ഒരുമിച്ച് ചേർന്ന് പോകും എന്നാണ് പറയുന്നത്. ഐ നീഡ് യു ഇൻ മൈ ലൈഫ് ആൻഡ് ഇൻ മൈ ഹോൾ എക്സിസ്റ്റൻസ്. ഓക്കെ, അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് നിങ്ങളെ വേണം എന്നാണ് അവർ ഈ ഒരു സോൾ മെസ്സേജ് വഴി പറയുന്നത്. യു ടീച്ച് മീ ഹൗ ടു ഹാവ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ബിക്കം എ ഹെൽത്തി പേഴ്സൺ. ഓക്കെ, അവർക്കൊരു ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗൈഡൻസ് കൊണ്ടൊക്കെ അവരൊരു സെൽഫ് ഡിസിപ്ലിനിലേക്കൊക്കെ വരികയും ഒരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് ഇരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടാകാം. അതായിരിക്കും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യു ആർ ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് മീ അക്കംപ്ലിഷ് മൈ ഗോൾ. ഓക്കെ, നിങ്ങൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യങ്ങളും അവരുടെ ഒരു എയിംസ് ഒക്കെ നേടിയെടുക്കാനായിട്ട് ഒത്തിരിയധികം അവരെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. ഐ നോ ഹൗ മച്ച് യു കെയർ അബൌട്ട് മൈ ഹാപ്പിനെസ്. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തോരം കെയർ ചെയ്തു എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വി മേ ബി ഇംപെർഫെക്റ്റ് ബട്ട് വി ഹാവ് എ പെർഫെക്റ്റ് ലവ്. ഓക്കെ, നമ്മൾ ശരിക്കും എല്ലാവരും പൂർണ്ണരാകണമെന്നില്ല, പക്ഷെ നമ്മുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് അതെന്നും പൂർണ്ണമായിരുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് ഈ വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനും ഫ്ലവേഴ്സിനും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് വിചാരിക്കുന്നു. ജാനുവരി മന്ത്, റെയിൻബോ സൈൻസ്. ഓക്കെ, ഇതൊരു മാറ്റത്തിന്റെ സൈൻ ആണ്. റെയിൻബോ സൈൻസ്. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്. 1 മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നു. ഫെബ്രുവരി മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ. ഒത്തിരി തമാശകളൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നെയിൽ പോളിഷിനോടൊക്കെ ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം. മെസ്സി ഹെയർ സ്റ്റൈൽ. മെസ്സി ആയിട്ട് ഹെയർ സ്റ്റൈൽ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. എൻകറേജസ് യു. ഓക്കെ, നിങ്ങൾ എൻകറേജ് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളെയും തിരിച്ച് അവർ എൻകറേജ് ചെയ്തിട്ടുണ്ടാകാം. നമ്പർ 9, 2023 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 52 കിട്ടുന്നുണ്ട്. ലെറ്റർ എസ് കിട്ടുന്നുണ്ട്. ജൂൺ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വയനാട് ഡിസ്ട്രിക്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത്. ഓക്കെ, സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് അവർ ചൂസ് ചെയ്യുന്നുണ്ട്. 1977 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു. 1989 കോട്ടയം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം ഈ ഒരു പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നു. എക്സ്പെക്ട് മിറാക്കിൾസ്. ഒരു അത്ഭുതം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫോട്ടോഗ്രാഫി, ലവബിൾ, ലെറ്റർ പി, ടുഡേ, ഗെയിമിംഗ്, ഡിസംബർ മന്ത്, നമ്പർ 34. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.